ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയുടെ തലസ്ഥാന നഗരിയായ സാക്രമെൻറ്റോയിലെ റോക്ക്ലിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ അമേരിക്കയിൽ എത്തിയിട്ട് ഏതാണ്ട് 2 മാസം പിന്നിട്ട് കഴിഞ്ഞു. അമേരിക്കയിലെ ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് അനുയോജ്യമല്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ കടുത്ത തണുപ്പാണ് ഓരോ ദിവസവും അനുഭവിച്ചു വരുന്നത്. ഞാൻ കണ്ട കാഴ്ചകളും ഞാൻ ചിത്രീകരിച്ച രംഗങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാനും അവിടുത്തെ ജീവിത രീതികളും കുടുംബജീവിതവും താമസവും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അമേരിക്കയിലെ വീടുകളുടെ കമ്മ്യൂണിറ്റി. നമ്മുടെ നാട്ടിലുള്ളതുപോലെ അമേരിക്കയിൽ പൊതുവെ ഒറ്റപ്പെട്ട വീടുകളല്ല. 5 സെൻറ്റ് മുതൽ 30 സെൻറ്റ് വരെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ നാട്ടിൽ നല്ല വീടുകൾ പണിയുന്നത്. എന്നാൽ അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങളിൽ ധാരാളം വീടുകൾ നിറഞ്ഞ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ കമ്പനികളാണ് പണിതു വരുന്നത്. ഇതിൽ 100 മുതൽ 500 വരെ വീടുകളും അതിനകത്ത് തന്നെ വിശാലമായ റോഡും ഇരുവശത്തും നടപ്പാതയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമുണ്ട്. കമ്മ്യൂണിറ്റികളിലെ സൗകര്യവും സ്കൂൾ, ഓഫീസ്, കടകൾ എന്നിവിടങ്ങളിലെ എത്തിപ്പെടാനുള്ള സാധ്യതയും പരിഗണിച്ചാണ് സ്വദേശികളും വിദേശികളും വീടുകൾ വാങ്ങിക്കുന്നത്. ഓരോ വീട് നിർമ്മാണ കമ്പനികളും തയ്യാറാക്കുന്ന പ്ലാനിൽ 2 കിടപ്പുമുറികളും അതിൽ കൂടുതൽ മുറികളുള്ള വീടുകളും ലഭ്യമാണ്. കാലിഫോർണിയ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വില നൽകേണ്ടി വരുന്നത് ബേ ഏരിയയിലാണ്. അവിടെയാണ് IT മേഖലകളുടെയും മറ്റു വൻകിട കമ്പനികളുടെയും ആസ്ഥാനം. ഞങ്ങൾ താമസിക്കുന്ന കാലിഫോർണിയയുടെ തലസ്ഥാന നഗരിയായ സാക്രമെൻറ്റോയിലെ റോക്ക്ലിനിൽ ആണെങ്കിൽ ചുരുങ്ങിയത് $1 മില്യൺ മുതൽ $5 മില്യൺ വരെ വില നൽകേണ്ട കമ്മ്യൂണിറ്റികളും സമ്പന്നരുടെ കമ്മ്യൂണിറ്റികളും ഉണ്ട്. ചുരുങ്ങിയത് ഒരു വീടിന് ഇന്ത്യൻ രൂപയിൽ 8 കോടി മുതൽ മുകളിലോട്ട് വരും. ഇവിടെ കാണുന്ന വീടുകളെല്ലാം അത്തരത്തിലാണ്. വീടുകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ്. 3 മീറ്റർ മുതൽ 5 മീറ്റർ വരെ മാത്രം. വീടുകൾക്ക് ഒന്നും തന്നെ പ്രത്യേക ഗേറ്റോ മതിലോ ഇല്ല. എന്നാൽ വീടിന്റെ പിൻഭാഗത്ത് മതിൽ കെട്ടുകളുമുണ്ട്. എത്ര വീടുകൾ ഉണ്ടെങ്കിലും എല്ലാം നല്ല വൃത്തിയിലും വെടിപ്പിലുമാണ്. യാതൊരുവിധ മലിനജല പ്രവാഹമോ പാഴ്വസ്തുക്കളോ എവിടെയും കാണാൻ പറ്റില്ല. വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പൂമുഖവാതിലുണ്ടെങ്കിലും കാർ ഷെഡ് വഴിയാണ് പോകുന്നതും തിരികെ വരുന്നതും. സുഹൃത്തുക്കളെ, വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.